വയനാട് മാനന്തവാടിയിൽ വനവാസി യുവാവിനെ വലിച്ചിഴച്ച കാർ കണ്ടെത്തി. കണിയാമ്പറ്റ സ്വദേശി ഹർഷിദും സുഹൃത്തുക്കളുമാണ് പ്രതികൾ. ഹർഷിദിന്റെ വീട്ടിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് മാനന്തവാടിയിലായിരുന്നു സംഭവം. വനവാസി യുവാവിനെയാണ് ഇത്തരത്തിൽ കാറിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. കണിയാമ്പറ്റ സ്വദേശി ഹർഷിദും സുഹൃത്തുക്കളുമാണ് കേസിലെ പ്രതികൾ. ഹർഷിദിന്റെ വീട്ടിൽ നിന്ന് സംഭവത്തിന് ഉപയോഗിച്ച കാർ കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ചേർന്നു. അർജുൻ, ഈ പ്രതികളുടെ വീട്ടിൽ നിന്ന് തന്നെ കാർ കണ്ടെത്തിയിരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്താണ്? മറ്റ് വിശദാംശങ്ങൾ. തീർച്ചയായും ദേവിക, കഴിഞ്ഞ ദിവസമാണ് വൈകുന്നേരമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ആളുകൾ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന്, രണ്ട് ടൂറിസ്റ്റുകാർ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് അതിൽ ഇടപെടാനെത്തിയ വനവാസി യുവാവിനെയാണ് ഇത്തരത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയ കാറിലെ ആളുകൾ അയാളെ വലിച്ചഴയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൈ ഡോറിനോട് ചേർത്തുകൊണ്ട് ഈ വനവാസി യുവാവിന്റെ ശരീരം മുഴുവനായും റോഡിൽ ഒരയുന്ന തരത്തിൽ വലിയ രീതിയിൽ സ്പീഡിൽ കാർ ഓടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ വനവാസി യുഗിന് വലിയ രീതിയിലുള്ള ഒരു പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ കാർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും നടന്നത്. KL 578733 എന്ന മലപ്പുറം രജിസ്ട്രേഷനുള്ള സെലോറിയ കാറാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഈ ഒരു കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഇത് കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ളതെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നീട് ഈ മുഹമ്മദ് റിയാസിനെ പിന്തുടർന്നതിന് മൂലമാണ് തുടർന്ന് ഈ മുഹമ്മദ് റിയാസിന്റെ ബന്ധു കൂടിയായ കണിയാമ്പറ്റ സ്വദേശി ഹർഷിദ ഈ കാർ എടുക്കുകയും അവരും സുഹൃത്തും ഈ കാർ ഉപയോഗിച്ചതായി പോലീസിന് മനസ്സിലാവുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇത്തരത്തിൽ കണിയാമ്പറ്റ എത്തുകയും ഹർഷിദിന്റെ വീട്ടിൽ നിന്ന് കാർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ കാർ ഉള്ളത് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലാണ്. ഇതിനകത്തെയും ഈ കാറിൽ ഉണ്ടായിരുന്ന ഹർഷിദിന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ മനസ്സിലായി എങ്കിലും അവരെയൊന്നും ഇതുവരെ അറസ്റ്റ് ചെയ്യുവാനോ കസ്റ്റഡിയിൽ എടുക്കുവാനോ സാധിച്ചിട്ടില്ല. ഇവരെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ തന്നെ ഈ മലപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മലപ്പുറം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലും ഇക്കാര്യം വിവരം അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ പിടികൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ദേവിക. ശരി, വയനാട് നിന്ന് ചേർന്നത് അർജുൻ PS.